നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലെ ശബരിമല എന്നറിയപ്പെടുന്ന രാജ അണ്ണാമലൈപുരത്തുള്ള അയ്യപ്പക്ഷേത്രത്തിലാണ്. ശബരിമലയുടെ സമാനമായൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ പഴയകാല ശബരിമലയുടെ അതേ രൂപം ദർശിക്കാൻ സാധിക്കും. ചെട്ടിനാട് രാജകുടുംബത്തിലെ അംഗവും തമിഴ്നാട്ടിലെ പ്രമുഖ വ്യവസായിയുമായ എം രാമസ്വാമി ചെട്ടിയാരാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഒരു മണ്ഡലകാല സമയത്ത് അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തുകയും തിരിച്ചു വന്നപ്പോൾ ശബരിമലയുടെ സമാനമായൊരു ക്ഷേത്രം ഇവിടെയും വേണമെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ 1973 ശബരിമലയുടെ സമാനമായൊരു ക്ഷേത്രം നിർമ്മിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1982 ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ശബരിമലയിൽ പോകുന്ന അതേ വികാരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശബരിമലയിൽ നടത്തുന്ന എല്ലാ പ്രധാന പൂജകളും ഇവിടെയും നടത്തി വരുന്നുണ്ട്. നാൽപ്പത് അടി ഉയരത്തിലാണ് ക്ഷേത്രത്തിലെ ധ്വജസ്തംഭം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയിലെ 5 മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്ന പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച അയ്യപ്പ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അതേ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശബരിമലയിലുള്ളതുപോലെ 18 മലകളെയും 18 തത്വങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന അതേ 18 പടികളാണ് ഈ ക്ഷേത്രത്തിനും നൽകിയിട്ടുള്ളത്. ഇതിനായി 3 നിലകളിലായിട്ടാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇരുമുടി ഏന്തി വരുന്ന ഭക്തർക്ക് മാത്രമാണ് 18ാം പടിയിലൂടെ പ്രവേശനമുള്ളത്. മറ്റു ഭക്തർക്ക് പ്രത്യേകം വഴികളുണ്ട്. വടശബരി അല്ലെങ്കിൽ വടക്കൻ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടുത്തെ പൂജാരീതികൾ എല്ലാം തന്നെ ശബരിമല ക്ഷേത്രത്തിന് സമാനമാണ്. കന്നിമൂല മഹാഗണപതി, മാളികപ്പുറത്തമ്മ, നാഗരാജാവ് തുടങ്ങിയ ഉപദേവതകളെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഉത്സവ ദിവസങ്ങളിൽ ഘോഷയാത്രയായി കൊണ്ടുപോകുന്ന രഥങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തുന്ന അതേ പ്രതീതിയാണ് നമുക്ക് ലഭിക്കുന്നത്. കലിയുഗവരദനായ മണികണ്ഠസ്വാമിയെ ഒരു നോക്ക് കാണുവാനായി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ ദിവസേന ദർശനം നടത്തുന്നത്. ചെന്നൈയിലെ അയ്യപ്പ ഭക്തർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ക്ഷേത്രം. ശബരിമലയിൽ പോകാൻ കഴിയാത്ത ഭക്തർ ഇവിടെ വന്ന് സ്വാമിയെ കണ്ട് സായുജ്യമടയുന്നു.